റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും വയ്യ, മോനക്കും അതെ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ 2 ദിവസമായി നഴ്സറിയിലൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ മക്കളിതാ കളിക്കുകയാണ്. ഇതിപ്പോൾ രാത്രിക്കലത്തെ വീഡിയോ ആണ് കേട്ടോ. അത് അവരെ വണ്ടിയാണെന്നാണ് പറഞ്ഞ് ഡ്രസ്സ് ഇട്ടുവച്ചിരുന്ന പെട്ടി എടുത്ത് കൊടുത്തിട്ട് അവർ വണ്ടിയായിട്ട് കളിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ ചെറിയോളെ ഇരുത്തിയിട്ട് ഇരുന്ന് ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ ഒരാൾ ഓതുന്നുണ്ട്. പിന്നെ ഇതാ ചെറിയോള് സ്കൂളത്തൊക്കെ മദ്രസത്തൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അവൾക്ക് മാർക്കുകൾ കിട്ടിയതൊക്കെ ഒന്ന് കൊടുന്ന് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് കിട്ടിയ മാർക്കൊക്കെ അവൾ നല്ല സന്തോഷത്തിൽ കൊടുന്ന് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ നമ്മൾ നല്ല പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. ചെറിയ മാർക്കാണെങ്കിലും നമ്മൾ അവർക്ക് കിട്ടിയ സ്റ്റാറും വെരി ഗുഡും ഒക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അവർക്കതൊരു സർപ്രൈസ് നമ്മളെ കയ്യിൽ കൊടുക്കാനില്ല. അപ്പോൾ ഇങ്ങനെ അവർ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുന്ന് കാണിച്ചു തരുമ്പോൾ നമ്മൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ചെറിയ സപ്പോർട്ട് മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനും അവരുടെ എന്തെങ്കിലും കഴിവുകൾ അവർക്ക് തിരിച്ചറിയാനും ഒക്കെ ഒരു വേദിയാകും നമ്മളെ ഭാഗത്തുനിന്ന്, നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടിയാൽ കേട്ടോ. മക്കൾക്ക് കിട്ടിയ ഈ സ്റ്റാറും ഈ മാർക്കൊക്കെ അത് അവരിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അവർക്ക് പോസിറ്റീവായിട്ട് നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്താൽ അവർക്ക് എന്താണ് അതൊരു പിറ്റന്നാളും പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും അവിടെ വെച്ചാളെ ബുക്ക് അവിടെ വെച്ചാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ അത് ഞാൻ മാർക്ക് മേടിച്ചതിലൊന്നും ഉമ്മച്ചിക്കൊന്നും ഒരു സന്തോഷമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതി വരും മക്കളിൽ കേട്ടോ. പിന്നെ ടീച്ചർമാരും നല്ലൊരു കാര്യമാണ് അത്. ടീച്ചർമാരാണെങ്കിലും മാർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇവർ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർ അന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, നോക്കി എന്ന് പറഞ്ഞിട്ട് മക്കളെ കാണിച്ചു തരും. അപ്പോൾ ടീച്ചർമാരും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. മക്കൾക്ക് ഇങ്ങനെ മാർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ചട്ട, ഒന്നും കാണാത്ത വെള്ള ചട്ട, അങ്ങനത്തെ മഞ്ഞ ചട്ട, അങ്ങനത്തെ വെള്ള ചട്ട. മദർസയ്ക്ക് പരീക്ഷക്ക് ഇത് സ്കൂൾക്ക് രണ്ടോടത്തേക്കും ഒരു ചട്ട മതി കേട്ടോ, എല്ലാവർക്കും ഒന്ന്. എന്റെ 1ാം ക്ലാസ്സിൽ വാങ്ങിയ ചട്ട അല്ല അത്. ആരുടെ മുത്താപ്പ? കുറെ ദിവസമായി ഉമ്മച്ചി ചോറ് വാടി തന്നിട്ട്. എൻസനെ വിളിച്ചോടുന്ന എൻസനെ വിളിച്ചിട്ട് വാടാ. തര എൻസക്കുട്ടിനെ വിളിച്ചിട്ട് വാ. ചോറ് വിളമ്പത്തിനും കിടക്കുക. മദ്രസത്ത എന്താ ഇനി പഠിക്കാനുള്ളത്? ചോദ്യം ചോദിക്കണ്ടേ? എന്ത് ലിസാനല്ലേ ചോദ്യം ചോദിക്കണ്ടേ? കണ്ടവരൊക്കെ വേഗം ഒത്തുക്ക് പോരെ ഇരുന്നാ ഞാൻ ചോറ് പെട്ട പോയിട്ട്. അഞ്ചൊക്കെ ചോറ് വേണം മോനെ പൊന്നെ.
അത് കുമ്മച്ച് വാട് തരിക വാട് തരിക വാട് തരിക ആടി വാരാ അവിടെ പോയി ഇരുന്ന റൂമില് നല്ല അപ്പടണ്ട് ആ പെണ്ണ വെള്ളം തപ്പല് ഇത് കട്ടിക്ക പെണ്ണേ മാമിന്റെ വായ എന്താ വാ 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 പൈക്കുണ്ടാ വായ് നടക്ക് 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 അനക്കന്നെ തരാം ആദ്യം ആർക്കാണ് ചോറ് പപ്പളം ഇന്ന് നമുക്ക് ചോർക്ക് മുരിങ്ങടയില താളിച്ചതും പിന്നെ പപ്പടം പൊരിച്ചതുമാണ് കേട്ടോ. അപ്പം അത് കൂട്ടിയിട്ട് ഓരോരുത്തർക്ക് വാരി കൊടുക്കണം. ഒരാളെ കഴിഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെയാണ് കേട്ടോ. ആ കാട്ട് ബിസ്മില്ലേ. ഇപ്പം അതാ എന്താണ് മോൾക്ക് സാധനം മോൾക്ക് ഇപ്പം എന്താണ് ആ മോൾക്കൊന്ന് വാരന്നെ വേണം പറഞ്ഞല്ലേ. ഇപ്പോൾ ഓളൊറ്റക്ക് തിന്നലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് പറഞ്ഞ മാതിരി അങ്ങനെ 4 ആൾക്കും കൊടുത്തിട്ടോ. ഓയ് അന്റെ സൗണ്ട് ആരാ കൊണ്ടുപോയി? സൗണ്ട് എന്തിയാ? ജലദോഷം ഉണ്ടാ? ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ മക്കൾ കളിക്കണുണ്ട്. ഇപ്പോൾ മദ്രസത്തെ ബുക്കൊക്കെ ഒന്ന് വായിപ്പിക്കാനുണ്ട് കേട്ടോ. സ്കൂളത്തൊക്കെ ഒരുവിധം പഠിച്ച് ഇത് കാട്ടിക്കാൻ ഞാൻ കൊടുക്കാം. ഇതിനാണ് ആ അത് ശ്വാസം മുട്ടിന്റെ മരുന്ന് കുടിക്കും ആദ്യം. അതല്ല മറ്റേത് മറ്റേ തരാണ്ട് കാട്ടിക്ക. ഇതവരെ ചെറിയ പോന്ന് കഴുകി കൊടുക്കാനും വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവളെന്താ പഠിച്ച് കിടന്നാ? പാത്തുവാ പഠിച്ച് കിടന്നാ? പിന്നെതാ മക്കളെ കൊട്ട് കൊടുത്തിട്ടുണ്ട്. തീരപ്പോ അതാ നപ്പിക്കല്ലേ
പള്ളിക്കൂടി കൊടുത്തിട്ടേ ഓളെ സ്ഥലം അവിടെ നേരാക്കി കൊടുക്ക്, നിർത്തി കൊടുക്ക്. ജല്ല നശിപ്പിച്ച് അമ്മച്ചി നേരാക്കി തരാം. ഉറങ്ങല്ലേ? ഉറങ്ങ്. മതി പഠിച്ച ഇനി ഉറങ്ങിക്കാക്കിടുക. നേരത്തെ നീക്കണം. ചാടിക്ക അഞ്ചുകുട്ടി ചാടിക്ക ചാടിക്ക. ആ പുസ്തകം എടുത്ത ബാഗി കൊണ്ടക്കട്ടെ. 2 ബുക്ക് കൊടുക്ക്. മറ്റേ ആ പുസ്തകം എടുത്ത ഇനി നാളെ പഠിക്കാം. കേക്ക് ആവ് കിടക്ക്. അല്ലല്ലോ വച്ചോനി. വാ കേറ്. വാ ഉറങ്ങാനി. ഓയ് ഓയ് ഉറങ്ങല്ല. ചാടണ്ട, നീ ചാടണ്ട. അപ്പം ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മക്കളതാ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം രാത്രിക്കലത്തെ ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരണ്ട്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.